അല്ലടെ ലൈഫിനെ കുറെ നേരമല്ലോ എന്ത് ചെയ്യണ്? അത് ഞാൻ ഫോണൊന്ന് റീചാർജ് ചെയ്തു സാറേ. നീ ഇപ്പോഴും ഗൂഗിൾ പേ റീചാർജ് ചെയ്യല്? പിന്നല്ലാതെ. അല്ലടാ, ഈ ഗൂഗിൾ പേക്ക് അങ്ങോട്ട് സർവീസ് ചാർജ് കൊടുത്തിട്ട് തന്നെ എപ്പോഴും റീചാർജ് ചെയ്യല്? ആ എടാ, ഗൂഗിൾ പേയിൽ ആകുമ്പോഴേ നമ്മൾ അങ്ങോട്ട് സർവീസ് ചാർജ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, റീചാർജ് ചെയ്യാൻ. അപ്പൊ അങ്ങോട്ട് സർവീസ് ചാർജ് കൊടുക്കും വേണ്ട, തിരിച്ച് നമുക്ക് ക്യാഷ് റിവാർഡ് ആയിട്ട് കിട്ടുന്ന കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എടാ, അതിലൊരു ആപ്ലിക്കേഷനാണ് മാക്സ് പേ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. എടാ, അതിന് മാക്സ് പേ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രീപെയ്ഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ അവിടെ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ വ്യൂ പ്ലാൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ നമ്പറിന് ആപ്റ്റ് ആയിട്ടുള്ള പ്ലാനുകൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ആ പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ കണ്ടില്ലേ, താഴെ ഒരു യൂസ് മാക്സ് പോയിന്റ്സ് എന്നുള്ള കോളം ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പേനോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പേനോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു എം പിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എം പിന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കാണാം അവിടെ 10 രൂപ 43 പൈസ എന്തായിട്ടുണ്ട്, നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് റിഡ്യൂസ് ആയിട്ടുള്ള പൈസയാണ് കാണിക്കുക. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് ഏത് UPI ആപ്പ് വഴിയും പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ 349 റീചാർജ് ആണ് ചെയ്തത്. പക്ഷെ അതിൽ സർവീസ് ചാർജ് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല. നമുക്കൊരു 10 രൂപ അങ്ങോട്ട് റിവാർഡായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ചില ഓപ്പറേറ്ററുകൾക്കും അല്ലെങ്കിൽ ചില എമൗണ്ടുകൾക്കൊക്കെ ഇതിലുള്ള ക്യാഷ് ബാക്കിന്റെ അളവിൽ മാറ്റം വന്നേക്കാം. അപ്പൊ ഈ ആപ്പ് വഴി റീചാർജ് ചെയ്തിട്ട് റിവാർഡ് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം.